നിരവധി തവണ കൊണ്ടുവന്നിട്ടുണ്ട് ഈ സംഭവം. പക്ഷേ ഒരു സ്ഥലത്ത് മഹാനവറുകൾ അതിന് മേൽവിലാസം നൽകിയത്, ഹെഡിങ് നൽകിയത്, അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി സജീവമായി പ്രവർത്തിച്ചാൽ എല്ലാ വിഷമവും മാറുന്ന. അവിടെയും ഈ ഹദീസ് കൊണ്ടുവന്നിട്ടുണ്ട്. അത് ആത്മാർത്ഥമായി വിശ്വസിക്കാൻ കഴിയണം ആദ്യമായിട്ട്, എന്നിട്ട് പ്രവർത്തിക്കണം. അത് അന്നത്തെ കാലത്തല്ലേ, അത് അവർക്ക് പ്രത്യേകമായിട്ടല്ലേ. എന്നാ പിന്നെ നീ അങ്ങനെ ഇരുന്നോ, വേറെ ഏതെങ്കിലുമൊക്കെ വഹി വരും എന്ന് കരുതിയിട്ട്. ദീനീ രംഗത്ത് പ്രവർത്തിച്ചത് കൊണ്ടാണ് ഈ ക്ലേശതകൾ, ഈ വിഷമങ്ങളൊക്കെ മാറിയത് എന്ന് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഈ സംഭവത്തിന് തലക്കെട്ടിടുകയാണ്. വലിയ പ്രതിസന്ധിയാണ് ഉണ്ടായത്, ചെറുതല്ല. അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു തന്റെ മകനെ വിളിച്ച്, ജാബിർ റളിയല്ലാഹുവിനെ വിളിച്ചിട്ട് പറയുന്നു, മോനെ, നാളെ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം ഉഹദിലേക്ക് പോവുകയാണ്. ഞാൻ അവിടെ ഷഹീദാകും എന്നാണ് ഞാൻ എന്നെപ്പറ്റി മനസ്സിലാക്കുന്നത്. എല്ലാം നീ ഏറ്റെടുത്ത് ഭംഗിയായി നിർവഹിക്കണം. എന്തെല്ലാം ഉണ്ടെന്നറിയോ? പെൺമക്കൾ ധാരാളമുണ്ട്, ഒക്കെ ചെറിയ 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 മക്കളാണ്. ജാബിർ റളിയല്ലാഹുവിന് പെങ്ങന്മാരായിട്ട് 9 എണ്ണുണ്ട്. ഇന്ന് വലിച്ചേ, വലിച്ചേ അല്ലേ? നമ്മളെ നാട്ടിൽ ഇങ്ങനെ ഒരു എണ്ണം കേട്ടാൽ തന്നെ നമ്മൾ വലിക്കൂലേ? അല്ലോ, അത്രക്ക് ഉണ്ടാ? എങ്ങനെ ആയിരുന്നു ജീവിച്ചത്? 9 എണ്ണം, 9 പെൺമക്കൾ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹുവിന്, ജാബിർ റളിയല്ലാഹുവിന്റെ സഹോദരിമാർ. ഉപ്പ പറയുന്നു, എനിക്ക് കടങ്ങളുണ്ട്. ഷഹീദാകാൻ പോകുന്ന ഉപ്പയെ പറയുന്ന കടങ്ങളുണ്ട്, നീ അത് വീട്ടണം. നാളെ, ഇനി കൂടുതൽ ടൈമില്ല, നാളെ ഞാൻ പോവാ, ഷഹീദാകുന്നാണ് ഉപ്പ മനസ്സിലാക്കുന്നത്. കടങ്ങൾ നീ വീട്ടണം മോനെ. ഉപ്പതൊക്കെ പറഞ്ഞു. പിറ്റേന്ന് ഉപ്പ പോയി ഷഹീദായി. അള്ളാഹുവിന്റെ മാർഗത്തിൽ ഉപ്പ ഷഹീദായി. ഉപ്പയെ ഖബറിലേക്ക് വെച്ചു. നേരെ പിറ്റേന്ന് വന്നു കടക്കാര് വീട്ടിന്റെ മുറ്റത്ത്. അങ്ങനെ ഉണ്ടാവും. ഷെയർ ബിസിനസ്സിൽ പൊട്ടിയിട്ടുള്ള കട അല്ലത്. പൈസക്ക് പകരം പൈസ ലാഭം വാങ്ങിയിട്ട് പൊട്ടിയിട്ടുള്ള കട അല്ല. ശരിയായ നിലയ്ക്ക് ഈ കുടുംബം പോറ്റാനും മറ്റുമൊക്കെ ദീനിന് ഖിദ്മത്തെടുക്കുന്ന ആ ബാപ്പ ആവശ്യമായിട്ട് വന്നപ്പോ വാങ്ങിയ കടം. ഇന്നലെ ഷഹീദായ ഉപ്പാന്റെ കടം ചോദിച്ച് ഇന്ന് ആള് വന്നിരിക്കുകയാണ്. 1-2 ആളുകളല്ല, ഒരുപാട് ആളുകളുണ്ട്.